Okay. So നിങ്ങൾക്ക് different types of three-phase connection, star connection, delta connection. Okay, അത് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോളൂ. ഞാൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ അത് എഴുതിയെടുത്തോളൂ. ഓക്കെ. A balanced three-phase load consists of three coils of resistance 4 ohm and inductance 0.02 Henry. It is connected to 415 watt 50 hertz three-phase supply. Determine phase voltage, phase current, power factor and power when connected in star and delta. Okay, so ഇതാണ് question. A balanced three-phase load consisting of three coils of resistance 4 ohm and inductance 0.02 Henry, and it is connected to 415 watt 50 hertz three-phase supply. Determine the phase voltage, phase current, power factor and power when connected in star and delta. ഓക്കെ, അപ്പോൾ ഒരു സിസ്റ്റം തന്നിട്ടുണ്ട്. ബാലൻസ് ത്രീ ഫേസ് സിസ്റ്റം ആണ്. അപ്പോൾ അതിൽ ഈ ത്രീ ഫേസ് കണക്ഷൻ സ്റ്റാർ കണക്റ്റഡ് ആയിട്ടുള്ളപ്പോഴും ഡെൽറ്റ കണക്റ്റഡ് ആയിട്ടുള്ളപ്പോഴുള്ള ഫേസ് വോൾട്ടേജ്, ഫേസ് കറന്റ്, പവർ ഫാക്ടർ ആൻഡ് പവർ, ഇത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഒന്ന് വേഗം എഴുതിയെടുത്തേ. എന്താ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ഈ സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് അസൈൻമെന്റ് തന്നിട്ടുള്ളത്. വേഗം ക്വസ്റ്റ്യൻ എഴുതിയെടുക്കോ. ഫിനിഷ് ചെയ്തോ? എഴുതിയെടുത്തോ? ഇത്ര ടൈം മതിയല്ലോ. ഫിനിഷ് ചെയ്തോ? ക്വസ്റ്റ്യൻ ചെയ്തെടുത്തോ? ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാ തന്നിരിക്കുന്നത്? Connected to a 415 watt 50 hertz three phase supply. So നമുക്കിങ്ങനെ നോർമലി ക്വസ്റ്റ്യനിൽ തരുന്ന ഈ വോൾട്ടേജ് വാല്യൂ എന്താണെന്ന് വെച്ചാൽ ലൈൻ വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ, നമുക്ക് നോർമലി തരുന്നത് ലൈൻ വോൾട്ടേജ് വാല്യൂ ആയിരിക്കും. സോ അതെപ്പോഴും ഓർത്ത് വെക്കുക. നമുക്ക് ക്വസ്റ്റ്യനിൽ തരുന്ന എപ്പോഴും ലൈൻ വോൾട്ടേജ് ആയിരിക്കും. സോ VL is equal to 415 watt. Okay, and resistance value is 4 ohm. So 4 ohm and inductance of 0.02 Henry. So 0.02 Henry and frequency എത്രയാണ്? 50 ഹെർട്സ് തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്താ ബോത്ത് സ്റ്റാർ ആൻഡ് കണക്ഷൻ രണ്ട് കണക്ഷനിലുള്ള ഫേസ് വോൾട്ടേജ്, ഫേസ് കറന്റ്, പവർ ഫാക്ടർ ആൻഡ് പവർ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റാർ കണക്റ്റഡിലുള്ള നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് സ്റ്റാർ കണക്ഷൻ നോക്കാം. സ്റ്റാർ കണക്ഷനിൽ സർക്യൂട്ട് എങ്ങനെ വരും? സ്റ്റാർ കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക്
നോർമലി നമ്മൾ മുന്നേ വരച്ചിരിക്കുന്ന ഫിഗറിലൊക്കെ ഇൻഡക്റ്റൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ബട്ട് ഇപ്പോഴെന്താ അതിൽ ഇൻഡക്റ്റൻസിൽ ഓഫർ ചെയ്യുന്ന ഒരു സ്മോൾ റെസിസ്റ്റൻസ് വാല്യൂ കൂടെ തന്നിട്ടുണ്ട്. സോ നമ്മൾ സ്റ്റാർ വരയ്ക്കുന്ന സമയത്ത് ഇൻഡക്റ്റൻസ് വരയ്ക്കണം, അതിൻ്റെ കൂടെ തന്നെ സീരീസ് ആയിട്ട് റെസിസ്റ്റൻസും വരയ്ക്കണം. സോ ഇതുപോലെയാണ് ഫിഗർ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇൻഡക്റ്റൻസ് മാത്രമായിരുന്നു മുന്നേ വരച്ചിരുന്നത്, അതിന് സീരീസ് ആയിട്ട് ഇതുപോലെ റെസിസ്റ്റൻസ് വാല്യൂ വരയ്ക്കാം. സോ ഇതാണ് എന്താ സ്റ്റാർ കണക്റ്റഡ് അല്ലേ, ഇതാണ് സ്റ്റാർ കണക്റ്റഡ്. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ് തന്നേന്ന് എടുത്ത് എഴുതുക. എന്തൊക്കെ തന്നിട്ടുണ്ട്? VL തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 415 വോൾട്ട്. ഓക്കെ, F ഇസ് ഈക്വൽ ടു 50 ഹെർട്സ്. ഓക്കെ, അതുപോലെ ഇതിൽ മാർക്ക് ചെയ്യാം. റെസിസ്റ്റൻസ് R എത്രയാണ്? 4 ഓം ആണ്. സോറി, ദിസ് ഇസ് ഇൻഡക്റ്റൻസ്. സോ റെസിസ്റ്റൻസ് R എത്രയാണ്? 4 ഓം ആണ്. ഇൻഡക്റ്റൻസ് എത്രയാണ്? 0.02 ഹെൻറി. സോ ഇത് ഇതുപോലെ എല്ലാ കോമ്പണൻസിലും മാർക്ക് ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് 4 ഓം. And VL is 415 തന്നിട്ടുണ്ട്, that is line voltage. So this is VL, 415 volt. That is the potential difference between two phases. Okay, if it is taken as R, Y, B, then this is VL. Okay, ഇത്രയും ടേംസ് നമുക്ക് അറിയാം. Then നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഫേസ് വോൾട്ടേജ്, ലൈൻ വോൾട്ടേജ് ഒക്കെ കണ്ടുപിടിക്കണം. സോറി, ഫേസ് വോൾട്ടേജ് ആൻഡ് ഫേസ് കറണ്ട് കണ്ടുപിടിക്കണം. ഓക്കെ, സ്റ്റാർ കണക്റ്റഡ് ആണ്. സ്റ്റാർ കണക്റ്റഡിൽ നമുക്ക് ഇക്വേഷൻസ് അറിയാം. എന്തൊക്കെയാണ്? VL ഇസ് ഈക്വൽ ടു എന്താണ്? VL ഇസ് ഈക്വൽ ടു √3 V ഫേസ് അല്ലെ, നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തതാണിത് കഴിഞ്ഞ അവർ. ഓക്കെ, നമ്മൾ സ്റ്റാർ കണക്റ്റഡ് ആണെങ്കിൽ VL ഇസ് ഈക്വൽ ടു √3 V ഫേസ് ആൻഡ് IL ഇസ് ഈക്വൽ ടു I ഫേസ്. ഇത് നമുക്ക് അറിയുന്നതാണ്. സോ നമുക്ക് ഫേസ് വോൾട്ടേജ് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാം. ഫേസ് വോൾട്ടേജ് V phase is equal to what? VL equal to √3 V phase ആണ്. So V phase is equal to what? VL by √3. And what is VL? That is 415. So 415 by √3. Okay. And its value will be equal to 239.6 volt. Okay. So 415 is the line voltage and 239.6 is the phase voltage. So first കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ഫേസ് കറണ്ട് കണ്ടുപിടിക്കണം. ഓക്കെ, ഫേസ് കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. I phase is equal to, ഇവിടെ ഇപ്പം നമുക്ക് ലൈൻ കറണ്ട് തന്നിട്ടില്ല. ലൈൻ കറണ്ട് തന്നിട്ടുണ്ടെങ്കിൽ IL is equal to I phase എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ വാല്യൂ എഴുതായിരുന്നു. ബട്ട് ഇവിടെ കറണ്ടിന്റെ ഒരു വാല്യൂം തന്നിട്ടില്ല. സോ വി ഹാവ് ടു ഫൈൻഡ് ദാറ്റ്. ഓക്കെ, സോ I phase is equal to V phase by Z phase. നമുക്ക് അറിയുന്ന ഒരു ഇക്വേഷൻ ആണ്. I is equal to V by R. ഹിയർ ആറിന് പകരം എന്താണ്? ഇംപെഡൻസ് വരും. ഓക്കെ, ഇൻഡക്റ്റൻസും റെസിസ്റ്റൻസും വരുന്നതുകൊണ്ട് ഇംപെഡൻസ് വരും. സോ V phase by Z phase. ബട്ട് നമുക്ക് Z phase അറിയില്ല അല്ലേ, സോ അത് കണ്ടുപിടിക്കണം. സോ Z phase ഇക്വേഷൻ എന്താണ്? ഇംപെഡൻസിന്റെ ഇക്വേഷൻ എന്താണ്? നമ്മൾ പഠിച്ചതാണ്. എന്താണ്? R² പ്ലസ്, ഇവിടെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്, സോ XL സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ആറിന്റെ വാല്യൂ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ അല്ലേ, ഇറ്റ് ഇസ് 4 ഓം. സോ 4 സ്ക്വയർ പ്ലസ്, ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് XL? XL അവർ നമുക്ക് 2πfL എന്ന് എഴുതാം അല്ലേ, 2πfL എന്ന് എഴുതാം. ബിക്കോസ് ഫ്രീക്വൻസി നമുക്കറിയാം 50 ഹെർട്സ് ആണ്. L എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡക്റ്റൻസ് ആണ്, അത് നമുക്കറിയാം 0.02 ഹെൻറി ആണ് അല്ലേ. സോ 2πfL സ്ക്വയർ എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ ഈസ് 16 പ്ലസ് 2π ഇൻറ്റു 50 ഇൻറ്റു 0.02 ഹെൻറി. ഓക്കെ, ദാറ്റ് മച്ച് സ്ക്വയർ. ഓക്കെ, സോ സെറ്റ് ഫേസ് അങ്ങനെ കിട്ടും. ഈ വാല്യൂ പറഞ്ഞേ, എത്രയും കിട്ടും ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞേ. സെറ്റ് ഫേസ് ഇസ് ഈക്വൽ ടു എന്താണ്? R² പ്ലസ് XL സ്ക്വയർ. ഇത് നമുക്ക് അറിയുന്ന ഇക്വേഷൻ ആണ്, കോൺസെപ്റ്റ് ഓഫ് ഇംപെഡൻസിൽ പഠിച്ചതാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സ്ക്വയർ പ്ലസ്, ഇൻസ്റ്റെഡ് ഓഫ് XL, XLന്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, ബട്ട് വി ഹാവ് എൻ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് XL, ദാറ്റ് ഈസ് 2πfL, ആൻഡ് വി നോ ദ വാല്യൂ ഫോർ F ആൻഡ് L, ആൻഡ് 2π ഇസ് എ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സോ ഇതിന്റെ വാല്യൂ പറഞ്ഞേ, സെറ്റ് ഫേസ് എത്രയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞേ, ചെയ്ത് നോക്കിയിട്ട്. സ്ക്വയർ റൂട്ട് ഓഫ് 16 പ്ലസ് 2 ഇൻറ്റു π ഇൻറ്റു 50 ഇൻറ്റു 0.02 ഹോൾ സ്ക്വയർ.
സെറ്റ് ഫേസ് എത്രയാണ് കിട്ടുന്നത്? ആകർഷ് എത്രയാണ് ആൻസർ കിട്ടിയത്? സെറ്റ് ഫേസ് ഇസ് ഈക്വൽ ടു 130. 130 ആണോ? ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ സ്ക്വയർ റൂട്ട് ഓഫ് ആണ്. 7.45 ഓം കിട്ടിയിട്ടുണ്ടോ ആർക്കെങ്കിലും? 7.45 ഓം. Yes, 7.44. Okay, so this is set phase. Okay. ആകാശ് ഒന്നും കൂടെ ഒന്ന് റീചെക്ക് ചെയ്തു കേട്ടോ. ഓക്കെ, സോ ഇമ്പിഡൻസ് കിട്ടി. ഓക്കെ, ദെൻ നമുക്ക് ഐ ഫേസ് കണ്ടുപിടിക്കാം അല്ലേ? ഐ ഫേസ് ഇസ് ഈക്വൽ ടു ഓക്കെ വി ഫേസ് ബൈ സെറ്റ് ഫേസ് ആണ്. വി ഫേസിന്റെ വാല്യൂ എത്രയാണ്? 239.6 divided by set phase, that is 7.45. So that is equal to what? അത് ചെയ്ത് നോക്കിയേ. That is equal to 32.2 ampere. 239.6 by 7.45 is equal to 32.2 ampere. Okay, so I phase കിട്ടി. ഓക്കെ, ഇനി എന്തായാലും കണ്ടുപിടിക്കേണ്ടിയിരുന്നത്? ഫേസ് വോൾട്ടേജ് കിട്ടി, ഫേസ് കറന്റ് കിട്ടി, ദെൻ പവർ ഫാക്ടർ ആൻഡ് പവർ. ഓക്കെ, പവർ ഫാക്ടറിന്റെ ഇക്വേഷൻ എന്താണ്? ഇതൊക്കെ നമുക്ക് ആ ഫസ്റ്റ് ടേം നീറ്റായിട്ട് പഠിച്ച ആ ഇക്വേഷൻസ് ഒക്കെ നമുക്കറിയാം. ഓക്കെ, അത് നീറ്റായിട്ടൊന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ തന്നെ ഞാൻ എഴുതാം. പവർ ഫാക്ടർ ഇസ് ഈക്വൽ ടു എന്താണ്? That is cos pi is equal to, from impedance triangle we can write R by Z. അല്ലേ? Power factor is the ratio between resistance to impedance, R by Z. And we know the value for resistance, that is 4 ohm. And impedance value എത്രയാണ്? ഇപ്പോൾ കണ്ടുപിടിച്ചതാണ് 7.45. Okay, so it is equal to 0.538. ഇവിടെ എന്താണ് നമ്മൾ പവർ ഫാക്ടർ എപ്പോഴും സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് വാല്യൂവിന്റെ കൂടെ ലാഗ് ഓർ ലീഡ് പറയണം. ഓക്കെ, ഇവിടെ നമ്മൾ സർക്യൂട്ട് നോക്കിയാൽ മനസ്സിലാവും ഇൻഡക്റ്റീവ് ആണ്, ഇൻഡക്റ്റീവ് നേച്ചർ ആണ്, ഇൻഡക്റ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് ആണുള്ളത്. സോ 0.538 ലാഗ്, ഇതാണ് പവർ ഫാക്ടർ. ഓക്കെ, then we have to find the power. Power P is equal to what? പവർ P എങ്ങനെ കണ്ടുപിടിക്കാം? പവർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? പവർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഒന്നുകിൽ √3 VL IL cos phi അല്ലെങ്കിൽ 3 V phase I phase cos phi. ഓക്കെ, അപ്പോൾ √3 VL IL cos phi. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്നുകിൽ ലൈൻ, നമുക്കിവിടെ ലൈൻ വോൾട്ടേജ് ഓക്കെ 450 വോൾട്ട് അറിയാം. ലൈൻ കറണ്ട് ഈസ് ഈക്വൽ ടു ഫേസ് കറണ്ട് ആണ്, രണ്ടും അറിയാം. സോ √3 ഇൻറ്റു വാട്ട് ഈസ് VL 450 and what is IL എന്ന് പറയുന്നത് 32.2. ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കോസ് ഫൈ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? 0.538. ഓക്കെ, അപ്പോൾ ചെയ്ത് നോക്കിയാൽ ആൻസർ കിട്ടും. Answer is around 12.4 kilowatt.
ഒന്നുകിൽ നമുക്ക് √3 VL IL cos phi ഇക്വേഷൻ എടുക്കാം, അല്ലെങ്കിൽ 3 × V phase I phase cos phi എടുക്കാം. ഓക്കെ, സോ ഇതാണ് സ്റ്റാർ കണക്ഷനിലുള്ളത്. ഇനി എന്താണ് നെക്സ്റ്റ്? ഡെൽറ്റ കണക്ഷൻ. സോ ഇതേ അപ്രോച്ച് ഡെൽറ്റ കണക്ഷനിലും ചെയ്യണം. ഓക്കെ, സോ ഡെൽറ്റ കണക്ഷൻ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യുക? സർക്യൂട്ട് വരയ്ക്കാം. ഓക്കെ, ഡെൽറ്റ കണക്ഷൻ ആണ്, അതിൽ ഇൻഡക്റ്റൻസ് ഉണ്ടാവും, അതിന് സീരീസ് ആയിട്ട് റെസിസ്റ്റൻസ് വരയ്ക്കണം. ഓക്കെ, സോ ഫസ്റ്റ് ഇതുപോലെ കണക്ഷൻ വരയ്ക്കുക. ദെൻ 3 ടെർമിനൽസ് എന്താ ഇതുപോലെ പോയിന്റ്സ് ഔട്ട് സൈഡിലേക്ക് എടുക്കുക. ഓക്കെ, ആൻഡ് ഹിയർ this is 415 watt, that is VL. This is R, this is Y, and this is D. Okay, this is 0.02 Henry, this is 4 ohm, and this is 0.02 Henry, this is 4 ohm, this is 4 ohm, this is 0.02 Henry. Okay, അത് മാർക്ക് ചെയ്യുക. ദെൻ ഹിയർ എന്താണ്? ഡെൽറ്റ കണക്ഷൻ ആണെങ്കിൽ VL is equal to V phase അല്ലേ? അത് നമുക്ക് റിലേഷൻ അറിയാം. ആൻഡ് ഇവിടെ എന്താണ് ചേഞ്ച് വരുന്നത്? VL is equal to V phase, IL is equal to √3 I phase. ഓക്കെ, സോ രണ്ടും സെയിം സർക്യൂട്ട് ആണ്, കണക്ഷൻ മാത്രമേ മാറ്റുള്ളൂ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കണം? ഫേസ് വോൾട്ടേജ് ആണ്. അപ്പോൾ ഫേസ് വോൾട്ടേജ് VL is equal to 415 is equal to V phase. സോ ഫേസ് വോൾട്ടേജ് കണ്ടുപിടിച്ചു. ദെൻ നമുക്ക് ഫേസ് കറണ്ട് കണ്ടുപിടിക്കണം. സോ ഇവിടെ നമ്മൾ സെറ്റ് ഫേസ് എക്സ്ട്രാ കണ്ടുപിടിക്കണമെന്നില്ല. സെറ്റ് ഫേസ് എന്താണ്? സിമിലർ ആണ്, ബിക്കോസ് ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെയും വാല്യൂസ് ഇവിടെ സിമിലർ ആണ്. ഓക്കെ, സെയിം വാല്യൂ ആണ്, രണ്ട് കണക്ഷനേ ഉള്ളൂ. സോ സെറ്റ് ഫേസിന്റെ വാല്യൂ എത്രയാണ്? നമ്മൾ മുന്നേ കണ്ടുപിടിച്ചതാണ്, 7.45 ohm. Okay, so I phase is equal to what? I phase is equal to V phase by Z phase, that is equal to 415 by 7.45. Okay, that is 55.7 ampere. Okay, and similarly power factor cos phi is equal to R by Z, that is equal to 4 by 7.45. സിമിലർ ആണ്. ഇവിടെ റെസിസ്റ്റൻസിന്റെ ഇംപെഡൻസിന്റെ വാല്യൂ വേരി ചെയ്യുന്നില്ല, ബിക്കോസ് റെസിസ്റ്റൻസ് ഇൻഡക്ടൻസ് സെയിം വാല്യൂ ആണ്, കണക്ഷൻ മാത്രമേ മാറുന്നുള്ളൂ. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റാർ കണക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ കണക്ഷൻ എളുപ്പത്തിൽ ചെയ്യാം. ഓക്കെ, ആൻഡ് പവർ ഫാക്ടർ എത്രയാണ്? സെയിം വാല്യൂ, ദാറ്റ് ഈസ് 0.538 lakh. ആൻഡ് ഫൈനലി പവർ P is equal to what? 3 V phase I phase cos phi, അല്ലെങ്കിൽ √3 VL/IL cos phi എന്ന് എടുക്കാം. ഓക്കെ, ആൻഡ് 3 ഇൻറ്റു V phase വാല്യൂ എത്രയാണ്? 415 ഇൻറ്റു I phase വാല്യൂ എത്രയാണ്? 55.7. കറക്റ്റ്ലി എടുത്താൽ മതി, ബിക്കോസ് V phase ബൈ Z phase കണ്ടാൽ I phase നമുക്ക് വാല്യൂ കിട്ടും. പിന്നെ നമ്മളിവിടെ √3 VL/IL ആണ് എടുക്കുന്നതെങ്കിൽ VL നമ്മളിവിടെ വീണ്ടും കണ്ടുപിടിക്കണം. ഓക്കെ, IL ഈക്വൽ ടു √3 I phase ആണ്. സോ ഇതിനെ √3 ചെയ്ത് ഫേസ് വാല്യൂ I phase is equal to 55.7 ആണ്, ദാറ്റ് വാല്യൂ ഇൻറ്റു √3 ചെയ്ത് IL കിട്ടും. ഓക്കെ, ആ ഇക്വേഷനിൽ അങ്ങനെ IL കണ്ടിട്ട് അത് എഴുതിയാലും കുഴപ്പമില്ല. ഇവിടെ ഡയറക്റ്റ്ലി I phase കിട്ടുന്നതുകൊണ്ട് 3 ഇൻറ്റു V phase I phase ഇൻറ്റു cos phi, വാല്യൂ ഫോർ cos phi എത്രയാണ്? 0.538 ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 37.3 കിലോവാട്ട്. ഇതാണ് ആൻസർ. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർ കണക്ഷൻ നീറ്റ് ആയിട്ട് ചെയ്താൽ ഡെൽറ്റ കണക്ഷൻ സിമ്പിൾ ആണ്. സെറ്റ് ഫേസ് ഇനി എക്സ്ട്രാ കണ്ടുപിടിക്കേണ്ട, പവർ ഫാക്ടറും കണ്ടുപിടിക്കേണ്ട, രണ്ടിനും സിമിലർ വാല്യൂ ആയിരിക്കും. ഓക്കെ, ബട്ട് പവറിൽ വേരിയേഷൻ ഉണ്ടാവും, ആൻഡ് I phase V phase വാല്യൂസിൽ വേരിയേഷൻ ഉണ്ടാവും. സോ ഇങ്ങനെയാണ് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ സ്റ്റാർ കണക്ഷൻ്റെ ഫിഗർ വരക്കുക, ഡെൽറ്റ ആണെങ്കിൽ ഡെൽറ്റ കണക്ഷൻ വരക്കുക. എന്നിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ ആ റിലേഷൻ എടുത്ത് എഴുതുക. സ്റ്റാർ കണക്ഷൻ ആണെങ്കിൽ ആദ്യം എഴുതുക എന്താണ്? VL ഈക്വൽ ടു √3 V phase ആൻഡ് IL ഈക്വൽ ടു I phase. ഡെൽറ്റ ആണെങ്കിൽ VL ഈക്വൽ 3 V phase ആൻഡ് IL ഈക്വൽ ടു I phase. ഓക്കെ, ആ റിലേഷൻ ആദ്യം എഴുതുക. ദെൻ എന്താണോ കാണാൻ പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് ആൻസർ കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സെറ്റ് ഫേസ് കണ്ടുപിടിക്കാൻ പറയുന്നില്ല, ബട്ട് I phase കണ്ടുപിടിക്കണമെങ്കിൽ സെറ്റ് ഫേസ് അറിയണം. ഓക്കെ, ഇപ്പോൾ സെറ്റ് ഫേസ് കണ്ടുപിടിക്കുക. അതിൽ XL-ന്റെ വാല്യൂ തന്നിട്ടില്ല, ബട്ട് FL തന്നിട്ടുണ്ട്. സോ അതിന് പകരം 2πFL എടുക്കാം. ഇനി ഇത് വേറെന്തെങ്കിലും ഇപ്പം ഓക്കെ, ഈ കണക്ഷൻസിൻ്റെ അകത്ത് എപ്പോഴും
ഇൻഡക്ടറും റെസിസ്റ്ററും മാത്രമേ വരുള്ളൂ, കപ്പാസിറ്റർ വരില്ല. ഓക്കെ, ഇൻഡക്ടൻസ് ആ വൈൻഡിങ്സ് എപ്പോഴും ഇൻഡക്റ്റീവ് ആയിരിക്കും. ഇൻഡക്ടറും കപ്പാസിറ്ററും ഇൻഡക്ടറും റെസിസ്റ്ററും മാത്രമേ വരുള്ളൂ. സോ എപ്പോഴും ഇവിടെ XL തന്നെയായിരിക്കും കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ ഇക്വേഷൻ 2πfL ആയിരിക്കും. ക്ലിയർ ആണോ? ന്യൂമറിക്കൽ ചെയ്യേണ്ടത് ക്ലിയർ ആയിട്ടുണ്ടോ? ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇനി രണ്ട് കണക്ഷനും ചോദിക്കുന്നില്ലെങ്കിലും ജസ്റ്റ് സ്റ്റാർ കണക്ഷൻ മാത്രം ചോദിക്കാം, അല്ലെങ്കിൽ കണക്ഷൻ മാത്രം ചോദിക്കാം. ഏതെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടോ? എന്താ റെസ്പോണ്ട് ചെയ്യാത്ത? എവിടെയെങ്കിലും സ്റ്റെപ്പിൽ ഡൗട്ട് ഉണ്ടോ? പവറിന്റെ ഇക്വേഷനിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ? ഓക്കെ, പവർ കാൽക്കുലേഷനിൽ ഇഫ് സ്റ്റാർ കണക്റ്റഡ് ആണെങ്കിൽ എന്താണ് PL ഇസ് ഈക്വൽ ടു √3 V phase ആൻഡ് IL ഇസ് ഈക്വൽ ടു I phase ആണ്. ഓക്കെ, പവറിന്റെ ഇക്വേഷൻ നോർമലി എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞത് 3 എന്നുള്ളത് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിക്കാം. പവർ എന്താണ്? ഇവിടെ 3 ഫേസ് ഉണ്ട് അല്ലേ? മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ വിസിബിൾ ആവുന്നില്ലേ? ഓക്കെ, വെയിറ്റ്. ഓക്കെ, ഇപ്പൊ സ്ക്രീൻ വിസിബിൾ ആവുന്നില്ലേ? ഓക്കെ, സോ പവർ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റാർ കണക്റ്റഡ് നെറ്റ്വർക്ക് നോക്കാം. ഓക്കെ, സ്റ്റാർ കണക്റ്റഡ് 3 ഫേസ് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ നോർമലി പവർ ഇക്വേഷൻ എന്താണ്? B phase ഇൻറ്റു I phase ഇൻറ്റു കോസ് ഫൈ നോർമൽ പവർ ഇക്വേഷൻ ആണ്. ബട്ട് 3 ഫേസ് സിസ്റ്റം ആകുന്ന സമയത്ത്
3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ബിക്കോസ് എന്താണ്, ഓരോ ഫേസിലും എന്താണ് വോൾട്ടേജ് ഉണ്ട്, അതിൽ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ട്. സോ 3 ഇൻറ്റു ഫേസ് ഇൻറ്റു ഐ ഫേസ് കോസ് 5. ഓക്കെ, ആൻഡ് ഇവിടെ നോക്കിയേ, സ്റ്റാർ കണക്റ്റഡ് ആണെങ്കിൽ വി എൽ ഇസ് ഈക്വൽ ടു √3 വി ഫേസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകിൽ പവർ ഇക്വേഷൻ പി ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു വി ഫേസ് ഐ ഫേസ് കോസ് 5 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ ഇതിലെ ലൈൻ വാല്യൂസിലാണ്, ലൈൻ വോൾട്ടേജ് ആൻഡ് ലൈൻ കറണ്ട് ആണ് പറയുന്നതെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, വി എൽ ഇസ് ഈക്വൽ ടു, ഓക്കെ, വി ഫേസ് ഇസ് ഈക്വൽ ടു വാട്ട്, വി എൽ ബൈ √3 ആണ് അല്ലേ. ഈ ഇക്വേഷൻ നോക്കിയേ, വി ഫേസ് ഇസ് ഈക്വൽ ടു വാട്ട്, വി എൽ ബൈ √3 ആണ് അല്ലേ. ആൻഡ് ഐ ഫേസ് ഇസ് ഈക്വൽ ടു ഐ എൽ ആണ്. ഓക്കെ, സോ ഇവിടെ വി ഫേസിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, വി എൽ ബൈ √3. ആൻഡ് ഐ ഫേസിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, ഐ എൽ, ഓക്കെ, ഇൻറ്റു കോസ് 5. സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടെ 3 ഉണ്ട് ന്യൂമറേറ്ററിൽ, ഡിനോമിനേറ്ററിൽ √3 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ന്യൂമറേറ്ററിൽ ഒരു √3 വരും. ബിക്കോസ് √3 ഇൻറ്റു √3 ആണ് 3 അല്ലേ. അപ്പൊ ന്യൂമറേറ്ററിൽ എന്താണ്, √3 ഇൻറ്റു √3 ഉണ്ട്, ഡിനോമിനേറ്ററിൽ √3 ഉണ്ട്. സോ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ ഒരു √3 അവിടെ ലെഫ്റ്റ് ആയിരിക്കും. സോ √3 ഇൻറ്റു വി എൽ ഐ എൽ കോസ് 5. ഓക്കെ, സോ ഇത് രണ്ടുമാണ്. ഈ രണ്ട് ഇക്വേഷൻ നമുക്ക് എടുക്കാം. ഒന്നുകിൽ ഫേസ് വോൾട്ടേജിനാണ് പറയുന്നതെങ്കിൽ 3 ഇൻറ്റു വി ഫേസ് ഇൻറ്റു ഐ ഫേസ് ഇൻറ്റു കോസ് 5 എടുക്കാം. അല്ലെങ്കിൽ √3 ഇൻറ്റു വി എൽ ഇൻറ്റു ഐ എൽ ഇൻറ്റു കോസ് 5 എടുക്കാം. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് നോക്കുക. ഫേസ് വോൾട്ടേജും ഫേസ് കറണ്ടും ആണെങ്കിൽ നമുക്ക് പി ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു വി ഫേസ് ഐ ഫേസ് എടുക്കാം. അല്ലെങ്കിൽ ലൈൻ വാല്യൂസ് ആണെങ്കിൽ പി ഇസ് ഈക്വൽ ടു √3 ഇൻറ്റു വി എൽ ഐ എൽ എടുക്കാം. ഓക്കെ, ആ സിമിലർ അപ്രോച്ച് തന്നെയാണ് ഡെൽറ്റ കണക്ഷനിലും. ഡെൽറ്റ ആണെങ്കിൽ എന്താണ്, വി എൽ ഈക്വൽ ടു വി ഫേസ് ആണ്, ഐ എൽ ഈക്വൽ ടു √3 ഐ ഫേസ് ആണ്. ഓക്കെ, സോ പി ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു വി ഫേസ് ഐ ഫേസ് കോസ് 5 ആൻഡ് ഹിയർ 3. ഓക്കെ, വി ഫേസ് ഇസ് ഈക്വൽ ടു വി എൽ ആണ്. ആൻഡ് വാട്ട് ഈസ് ഐ ഫേസ്, ഐ ഫേസ് എന്താണ്, ഐ എൽ ബൈ √3 ആണ് അല്ലെ. ഈ ഇക്വേഷൻ നമുക്ക് ഐ ഫേസ് ഇസ് ഈക്വൽ ടു ഐ എൽ ബൈ √3 കിട്ടും. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി എൽ ഇൻറ്റു ഐ എൽ ബൈ √3 ഇൻറ്റു കോസ് 5. ഓക്കെ, ആൻഡ് ഹിയർ ഓൾസോ ഇത് രണ്ടും ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ന്യൂമറേറ്ററിൽ ഒരു √3 ഉണ്ടാവും. സോ √3 പി എൽ ഐ എൽ കോസ് 5. ഓക്കെ, സോ സ്റ്റാർ ആണെങ്കിലും ഡെൽറ്റ കണക്ഷൻ ആണെങ്കിലും നമുക്ക് പവറിന് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഒന്നെന്താണ്, പി ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു വി ഫേസ് ഐ ഫേസ്, അല്ലെങ്കിൽ പി ഇസ് ഈക്വൽ ടു √3 ഇൻറ്റു വി എൽ ഐ എൽ കോസ് 5. ഓക്കെ, ഒന്ന് 3 ഇൻറ്റു വി ഫേസ് ഐ ഫേസ് ഇൻറ്റു കോസ് 5, മറ്റൊന്ന് √3 ഇൻറ്റു വി എൽ ഇൻറ്റു ഐ എൽ ഇൻറ്റു കോസ് 5. ഒന്ന് ഫേസ് വാല്യൂസിലാണ്, ഒന്ന് ലൈൻ വാല്യൂസിലാണ്. ഇപ്പം ആ ഇക്വേഷൻ ക്ലിയർ ആണോ? അതിൽ രണ്ട് ഇക്വേഷൻ ഏതും യൂസ് ചെയ്യാം. നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് നോക്കുക. ഫേസ് കറണ്ടും ഫേസ് വോൾട്ടേജും ആണെങ്കിൽ പി ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു വി ഫേസ് ഐ ഫേസ് എടുക്കാം. അല്ല, ലൈൻ കറണ്ടും ലൈൻ വോൾട്ടേജും ആണ് കയ്യിലുള്ളതെങ്കിൽ പി ഇസ് ഈക്വൽ ടു √3 വി എൽ ഐ എൽ കോസ് 5 എടുക്കാം. ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ ആണോ? സോ ഇത് കണ്ട്, ഈ ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ എന്തൊക്കെയാണ്, നമ്മുടെ ഇമ്പിഡൻസിന്റെ ഇക്വേഷൻ ആവശ്യമുണ്ട്, പവർ ഫാക്ടറിന്റെ ഇക്വേഷൻ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഫസ്റ്റ് ടേംസ് ഒക്കെ നീറ്റായിട്ട് തന്നെ പഠിക്കാം, അതിലുള്ള ഇക്വേഷൻസും ഒക്കെ പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂമറിക്കൽസ് എളുപ്പത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമ്മുടെ റിവിഷൻ ക്ലാസ്സിന്റെ ടൈമിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾ ലീവ് ചെയ്യല്ല, 1 മിനിറ്റ്. ഓക്കെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. റെക്കോർഡിംഗ് ഓണിലുള്ള. ഓക്കെ സർ.